Hi, my name is Ajit P. Nath, working as a radiographer, ഒരു ലൈഫ് സ്റ്റൈൽ ആൻഡ് ഫിറ്റ്നസ് കോണ്ടന്റ് ക്രിയേറ്റർ ആവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. എന്തിനാണ് ഈ മാറ്റം? ഞാൻ മാറിയത് എന്തിനാണ്? നമ്മൾ ഓരോരുത്തരും ഈ 20s എൻ്റെ എല്ലാ ഫ്രണ്ട്സും ഈ പ്രായത്തിലുള്ളവരെല്ലാവരും മാറ്റം ആഗ്രഹിക്കണം. മാറിയാൽ മാത്രമേ നമ്മൾ ലൈഫിൽ രക്ഷപ്പെടുള്ളൂ. ആ ഒരു ലക്ഷ്യം വെച്ചിട്ടാണ് ഞാനും എല്ലാം മാറ്റി ചിന്തിച്ചത്, മാറ്റം തുടങ്ങിയത്, അതിൽ ആക്ഷൻ എടുത്ത് തുടങ്ങിയത്. മാറ്റം നമ്മൾ വിചാരിക്കും, എനിക്ക് അതാവണം, ഇതാവണം, അങ്ങനെ ആവണം, അത് വാങ്ങണം. പക്ഷേ അതിനുള്ള ആക്ഷൻ നമ്മൾ എടുക്കുന്നുണ്ടോ? നിങ്ങളൊന്ന് ചോദിച്ചു നോക്കിയേ. ഇല്ല. കുറേ ആൾക്കാർക്ക് ആഗ്രഹം മാത്രമേ ഉള്ളൂ, ആക്ഷൻ എടുക്കുന്നില്ല. അപ്പം ഞാൻ ആക്ഷൻ എടുത്ത് തുടങ്ങാനുള്ള മെയിൻ കാരണം എന്താണെന്ന് ഞാൻ പറഞ്ഞത്. കോളേജ് കഴിഞ്ഞപ്പോൾ കയ്യിലൊന്നുമില്ല, ഈ റേഡിയോഗ്രാഫർ എന്നുള്ള ജോബ് മാത്രമേ. അപ്പോൾ എങ്ങനെ ഒരു മൈൻഡ് സെറ്റ്, അതായത് വിൻ ചെയ്യണം, എവിടേക്കോ ലൂസായി എന്നുള്ളൊരു തോന്നലായിരുന്നു ലൈഫിൽ. കാരണം എനിക്ക് ലാക്ക് ഓഫ് മോട്ടിവേഷൻ ആയിരുന്നു. ഒരു സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റിലൊന്നും ഒരു വിശ്വാസം ഉണ്ടായിരുന്നില്ല. കുറേ അടിച്ചു പൊളിച്ച് നടക്കണം, 20s എൻജോയ് ചെയ്യണം എന്നുള്ള കുറേ ഫ്രണ്ട് സർക്കിളായിരുന്നു. അവരപ്പം അങ്ങനെ കൂടി ഞാനും അങ്ങനെയായി പോയി. ഒരു ഡിസിപ്ലിനോ മോട്ടിവേഷനോ ഒന്നും ഉണ്ടായിരുന്നില്ല. ജിം ഉണ്ടായിരുന്നില്ല. ഒരു എൻജോയ്മെൻറ്റിന് മാത്രം ഇൻറ്റേൺഷിപ്പിൻ്റെ ടൈമിൽ ഒരു 4 month ജിമ്മിന് പോയി. അത് കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് നിർത്തിപ്പോലും ചെയ്തു. ആ ഒരു ഫ്രീഡം, ഞാൻ ഔട്ട്സൈഡ് ഓഫ് കേരളയാണ് പഠിച്ചത്. ആ ഒരു ഫ്രീഡം മാക്സിമം നമ്മുടെ എൻജോയ് ചെയ്ത ഒരാളാണ് ഞാൻ. കൂടുതൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നില്ല, കാരണം അത്യാവശ്യം ആ ഫ്രീഡം മാക്സിമം എൻജോയ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങളത് മനസ്സിലാക്കാം. ആൻഡ് നൗ ഐ എം ക്ലീൻ. ഓക്കെ. ഇപ്പോൾ ഡോപ്പമിൻ ഞാൻ ഉണ്ടാക്കുന്നത് അങ്ങനെയൊന്നുമല്ല. ഞാൻ എൻ്റെ കുറച്ച് ആക്ടിവിറ്റീസ് ആയതുകൊണ്ടും, ഞാൻ ജിമ്മിന് പോകുന്നതായിക്കോട്ടെ, ഞാൻ മെഡിറ്റേഷൻ ചെയ്യുന്നതായിക്കോട്ടെ, ഞാൻ കോണ്ടൻറ്റ് മേക്ക് ചെയ്യണമായിക്കോട്ടെ, ഞാൻ അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ എൻ്റെ ഡോപ്പമിൻ ഹിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വിഷൻ എങ്ങനെയായിരുന്നു വെച്ചാൽ, കോണ്ടൻറ്റ് ക്രിയേഷൻ തുടങ്ങാനുള്ള ഒരു പ്ലാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ സ്റ്റാർട്ട് ചെയ്യുന്നത് 30 വയസ്സാകുമ്പോൾ അജിത്ത് പിന്നെ റിഗ്രറ്റ് ചെയ്യാൻ പാടില്ല. അയ്യോ അന്ന് ചെയ്താൽ മതിയായിരുന്നല്ലോ, അന്ന് അങ്ങനെ ചെയ്താൽ മതിയായിരുന്നു, നമ്മളെല്ലാവരും ചിന്തിക്കാറില്ലേ? അത് എനിക്ക് ഉണ്ടാവാൻ പാടില്ല. ഞാനൊരു ലോങ് ടേമിക്ക് ഇതിൻ്റെ ഒരു വിൻ, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു സക്സസ് എപ്പോഴും എനിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് ഞാൻ ഇപ്പം തന്നെ ഒന്നും ആഗ്രഹിക്കുന്നില്ല. ആരുമായിട്ടും കോമ്പറ്റീഷൻ ചെയ്യാത്തതും, നമ്മൾ കമ്പയറൊക്കെ ചെയ്യും, ഞാനും ചെയ്യലുണ്ട്. പക്ഷേ നമുക്കൊരു ലോങ് വിഷനിക്കാണ് ഞാൻ ഇതിൻ്റെ ഒരു സക്സസ് കാണുന്നത്. 30 വയസ്സാകുമ്പോൾ അജിത്തിന്, ഇപ്പോൾ 24 ആണ്, 30 വയസ്സാകുമ്പോൾ എന്തായാലും അജിത്ത് ഇപ്പം കാണുന്ന പോലെ ആയിരിക്കില്ല. ഐ ആം ഷുവർ. ഞാൻ അതിനു വേണ്ടി ആക്ഷൻ എടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത്ര കോൺഫിഡൻ്റ് ആയിട്ട് പറയുന്നത്. ഞാൻ വർക്ക് ചെയ്യാൻ റെഡിയാണ്. അപ്പോൾ അന്നൊരു പർപ്പസ് ഇല്ലാത്ത ജീവിതമായിരുന്നു ഒരു 23 ഇയേഴ്സ് വരെ, ഒരു 20 to 23 വരെ. ഒരു പർപ്പസും ഇല്ല, ഒരു ഫൈനാൻഷ്യൽ ഡിസിപ്ലിൻ ഇല്ല, എന്തെങ്കിലുമൊക്കെ പേഴ്സണൽ ഗ്രോത്തിലൊന്നും ഒരു ബിലീവും ഇല്ല. പക്ഷെ അങ്ങനെ ഞാൻ ജീവിക്കുകയാണെങ്കിൽ, ഇപ്പോൾ സാധാരണ ഒരു ആവറേജ് ഗായ് ആയിട്ട് ഒരു ഡ്രൈവും ഇല്ല, ഒരു വിഷനും ഇല്ലാതെ ഞാൻ ജീവിക്കുകയാണെങ്കിൽ എൻ്റെ 30s ഞാൻ എത്തുമ്പോൾ എന്തൊക്കെ അനുഭവിക്കേണ്ടി വരുന്നത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ ഒരു ആവറേജ് മനുഷ്യൻ നമ്മുടെ നാട്ടിൽ ഒരു 25 വയസ്സുള്ള ആൾ ലൈഫൊക്കെ എൻജോയ് ചെയ്ത് ഇങ്ങനെ നടക്കുക. എന്നിട്ട് ഈ 30 വയസ്സാകുമ്പോൾ ആലോചിക്കും, അയ്യോ ഒന്നും ചെയ്യാൻ പറ്റില്ല, ലൈഫിൽ എന്തൊക്കെ ചെയ്യണം, പൈസേൻ്റെ പ്രശ്നങ്ങൾ വരുന്നു, മെൻ്റൽ ഹെൽത്തിന് പ്രശ്നങ്ങൾ വരുന്നു, ബോഡി ഡിസീസസുകൾ വന്ന് തുടങ്ങുന്നു, ലൈഫ് സ്റ്റൈൽ ഡിസീസുകൾ വരുന്നു. ഒന്നില്ലെങ്കിൽ ഒബ്യസ് ആവാം, അല്ലെങ്കിൽ സ്കിന്നി ആവാം, പിന്നെ ഡ്രഗിന് അഡിക്റ്റ് ആയിട്ടുണ്ടാവും, അല്ലെങ്കിൽ സ്മോക്കിംഗ്, ഡ്രിങ്കിങ്, എനിത്തിങ്. പിന്നെ വളരെ ലൂസേഴ്സായ കുറച്ച് ഫ്രണ്ട്സ് കാരണം ചതികൾ മാത്രം അവന് പറ്റിയിട്ടുണ്ടാവുള്ളൂ. അതുകൊണ്ട് അവന് എന്തെങ്കിലും ഉയർച്ച ആ ഒരു ഫ്രണ്ട്സ് മൂലം ഉണ്ടായിട്ടുണ്ടാവില്ല. അപ്പോൾ 30s എത്തുമ്പോൾ ആലോചിക്കും, അയ്യോ അന്ന് അങ്ങനെ ചെയ്താൽ മതിയായിരുന്നു, ഇനി പൈസ ഉണ്ടാക്കണം, ഒരു ഫാമിലി ബിൽഡ് ചെയ്യണം, സെറ്റിൽ ആവണം എന്നൊക്കെ നമ്മൾ ആഗ്രഹിക്കില്ല. ആ ഒരു ടൈമിലെത്തുമ്പോൾ നമ്മൾ വിചാരിച്ചിട്ട് ഒരു കാര്യമില്ല. അപ്പോൾ നമ്മൾ 20s എൻജോയ് ചെയ്യാൻ മാത്രമുള്ളതല്ല എന്നുള്ളത് മനസ്സിലാക്കും. എൻജോയ്മെൻറ്റിന് മാത്രമുള്ളതാണ് 20s എന്ന് വിചാരിച്ചു തന്നാൽ അതിന് നേരം ഉണ്ടാവുള്ളൂ. അപ്പോൾ 30s എത്തിക്കഴിഞ്ഞാൽ അങ്ങനെയാവും ലൈഫ് ഷുവർലി. അല്ലെങ്കിൽ നമ്മളെ വാപ്പന്മാർക്ക് നല്ല സ്വത്ത് ഉണ്ടാവണം, അച്ഛന്മാർക്ക് സ്വത്തുള്ളവർക്കൊക്കെ അങ്ങനെ കളിക്കാം, കളിച്ച് നടക്കുക,
അതായത് സെൽഫ് ഡെവലപ്മെൻറ്റ് ഓൺ എന്നുള്ള രീതിയിൽ എന്തെങ്കിലും ഉണ്ടാക്കണം. നമുക്ക് എന്നുള്ളൊരു പർപ്പസ്, എനിക്കൊരു വിഷൻ ഉണ്ട്, എനിക്കൊരു അച്ചീവർ ആവണം, എന്തെങ്കിലും അച്ചീവ് ചെയ്യണം ലൈഫിൽ, വിൻ ചെയ്യണം എന്നുള്ളൊക്കെ മൈൻഡിലുള്ളവർ ഒരിക്കലും 20s എൻജോയ്മെൻറ്റിന് മാത്രമായിട്ട് കാണില്ല. ഓക്കെ അല്ല, ശരിയാണ്, ഒരു 24-25 വയസ്സ് വരെ കോളേജിലൊക്കെ കഴിഞ്ഞിട്ട് ജോലിക്ക് കയറും. പക്ഷെ ആ ജോലിക്ക് കയറിയിട്ടൊരു സാധാരണ ജീവിതം, അത് ജോലിക്ക് പോവുക, പിന്നെ കിടന്നുറങ്ങുക, അതിന് ഒരു സാലറി കിട്ടുന്നുണ്ടാവും. പക്ഷേ ആ ഒരു ഫൈനാൻഷ്യൽ, ഇന്നത്തെ കാലത്ത് അത് മാത്രം മതിയോ? ഒരു ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി എന്നുള്ളതാണ് മെയിൻ തിങ് അല്ലേ. അറ്റ് ദ എൻഡ് നമ്മളെ കയ്യിൽ പൈസ ഉണ്ടോയെന്ന് നോക്കണുള്ളൂ. അവിടെ നാട്ടിൽ നിന്നൊക്കെ നാട്ടുകാരായിക്കോട്ടെ വീട്ടുകാരായിക്കോട്ടെ ആരും ആയിക്കോട്ടെ, നമ്മളെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ വില ഉണ്ട് എന്നാണ്. പക്ഷേ പൈസ മാത്രമല്ല വേണ്ടതെന്ന് ഞാൻ മനസ്സിലാക്കുന്ന ഒരാളാണ് ഞാൻ ഹെൽത്തും അതിൻ്റെ കൂടെ നമുക്ക് വേണം. കാരണം ഇതിൻ്റെ ഒരു സംഭവം എന്താ വെച്ചാൽ, ഇങ്ങനെ ജീവിക്കുകയാണെങ്കിൽ ഞാൻ പറയാം, നിങ്ങളെ 20s നിങ്ങളെ സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റിനും മൈൻഡ് സെറ്റിനും നിങ്ങളെ ബോഡി നിങ്ങളെ ഫിസിക്കിനൊക്കെ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് കൊടുക്കുകയാണെങ്കിൽ മെല്ലെ 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 നിങ്ങളെ ലൈഫ് സ്റ്റൈലും എല്ലാം അതിക്ക് മാറും. യെസ്. അപ്പോൾ നമ്മൾ മെൻ്റൽ ഹെൽത്തിന് പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന ആൾക്കാരാവുക, ഡ്രഗ്സ് യൂസ് ചെയ്യാതിരിക്കുക, ഹൈ പ്രോട്ടീൻ ആൻഡ് ഒരു ഹൈ ഫാറ്റ് ഡയറ്റ് നമ്മൾ ഫോളോ ചെയ്യുക. അപ്പോൾ നമുക്ക് പറ്റുന്ന രീതിയിൽ മതി. ഞാൻ വലിയൊരു ഡയറ്റ് ഫോളോ ചെയ്യുന്ന ആളൊന്നുമല്ല. ഇപ്പോൾ ഒരു ലോങ് പർപ്പസ് ഉണ്ട്. ഇപ്പോൾ എനിക്കൊരു വിഷൻ ഉണ്ട്, അതിനു വേണ്ടി വർക്ക് ചെയ്യുന്നു. ആൻഡ് ഒരു നല്ല സർക്കിൾ ഉണ്ട്. ഇപ്പോൾ ഇങ്ങനത്തെ ഹാബിറ്റ്സൊക്കെ കാരണം ഒരു നല്ല സർക്കിൾ ഞാൻ ബിൽഡ് ചെയ്തിട്ടുണ്ട്. അത് ഈ സോഷ്യൽ മീഡിയയിലായിക്കോട്ടെ, ജിമ്മിലുള്ള ഫ്രണ്ട്സ് ആയിക്കോട്ടെ, വേറെയുള്ള ഫ്രണ്ട്സ്, ഔട്ട്സൈഡ് ഓഫ് ദ ഫ്രണ്ട്സ്, അങ്ങനെ. അപ്പോൾ ഇങ്ങനെ ഞാൻ ജീവിക്കുകയാണെങ്കിൽ, ഞാൻ ഇപ്പോൾ കറണ്ട് ലൈഫ് സ്റ്റൈലിൽ ഞാൻ ജീവിക്കുകയാണെങ്കിൽ എൻ്റെ 30s എങ്ങനെയാവും ഞാൻ തന്നെ പറഞ്ഞുതരാം. ഞാൻ ഫൈനാൻഷ്യലി സ്റ്റേബിൾ ആവും, പിന്നെ എനിക്ക് നല്ല ഫിസിക്ക് ഉണ്ടാവും, മെൻ്റൽ ഹെൽത്ത് നന്നായിട്ടുണ്ടാവും, ഞാൻ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ അച്ചീവ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടാവും, എനിക്ക് സെറ്റിലാവുമ്പോൾ തന്നെ നല്ലൊരു സ്ട്രോങ് കമ്മ്യൂണിറ്റി ആൻഡ് ഇത് ബിൽഡ് ചെയ്യാൻ കഴിയും. ടെസ്റ്റോസ്റ്ററോൺ ആയിക്കോട്ടെ എല്ലാം പീക്കിലെത്തുന്നത് നമ്മളെ മെയിൽസിൻ്റെ 30s. അല്ലാതെ നമ്മൾ 20s തന്നെ എല്ലാം അച്ചീവ് ചെയ്യണമെന്നൊന്നുമില്ല, അങ്ങനെ കഴിയൂല. നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്ന 23 years താർ ഡോഗ്സ് വാങ്ങുന്നു, ചിലവർക്ക് ഉണ്ടാവാം, അവരങ്ങനെ അച്ചീവ് ചെയ്തിട്ടുണ്ടാവും. ഒരു കോമൺ മാൻ, ഒരു നോർമൽ മിഡിൽ ക്ലാസ് ബോയിയാണ് ഞാൻ. അവിടെ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മളൊരു ഇതെല്ലാം കൂടി കോമ്പൗണ്ടിങ് ആയിട്ട് നമുക്കൊരു 30s ഇതൊക്കെ ഇങ്ങനെയൊക്കെ അച്ചീവ് ചെയ്ത് തുടങ്ങാൻ പറ്റുള്ളൂ. എല്ലാം സോഷ്യൽ മീഡിയയിൽ കാണുന്ന പോലെ ആയിരിക്കും എല്ലാവരുടെയും ലൈഫ് അല്ലേ. അപ്പോൾ ഇതെല്ലാതോടും കോമ്പൗണ്ടിങ് ആയിട്ട് 30s നിങ്ങൾക്ക് എന്തായാലും നല്ലൊരു ലൈഫ് ഉണ്ടാവും. നിങ്ങളെ 20s നിങ്ങളെ സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റിന് ഇമ്പോർട്ടൻ്റ് കൊടുത്ത് അങ്ങനെ ഒരു ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഐ എം ഡാം ഷുവർ ഐ വിൽ വിൻ ഓഫ് കോഴ്സ്. കാരണം ഞാൻ അതിന് ആക്ഷൻ എടുക്കുന്നുണ്ട്. ഞാൻ എൻ്റെ 20s ഇങ്ങനെയാണ് ജീവിക്കുന്നത്. ഇപ്പോൾ ഞാൻ നല്ലൊരു ജിമ്മ് വർക്കൗട്ട് ചെയ്യുന്ന ആളാണ്, എൻ്റെ ഫിസിക്ക് നോക്കുന്ന ആളാണ്, ഞാൻ എൻ്റെ മെൻ്റൽ ഹെൽത്ത് നല്ല ഇത് കൊടുക്കുന്ന ആളാണ്, ടൈം കൊടുക്കുന്ന ആളാണ്. ഞാൻ മെഡിറ്റേഷൻ ചെയ്യാറുണ്ട്, ഡെയിലി ചെയ്യാറൊന്നുമില്ല, പക്ഷേ എനിക്ക് ടൈം കിട്ടുന്ന ഇതിൽ ഞാൻ എന്തായാലും മെഡിറ്റേഷൻ ചെയ്യും മോർണിംഗ്, അല്ലെങ്കിൽ ബുക്ക് വായിക്കാറുണ്ട്. നല്ല നല്ല കുറച്ച് ഡോപ്പമിനിന് ഹിറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ജീവിക്കുക എന്ന് പറയുന്നത് അത് വളരെ അടിപൊളിയാണ്. നിങ്ങൾക്കത് അതിലൊരു എൻജോയ്മെൻ്റ് ഉണ്ട്. ഇത് ഡ്രഗ്സ് യൂസ് ചെയ്യണമെന്നോ ഒരുപാട് എക്സ്പെൻസീവായിട്ട് എൻജോയ്മെൻറ്റിലേക്ക് പോകണം, പാർട്ടി ചെയ്യണം ഒന്നുമില്ല. അത് ചെയ്താലും എനിക്കതും ചെയ്യണമൊക്കെ ഇഷ്ടമാണ്. ഞാൻ നന്നായിട്ട് ഡാൻസ് കളിക്കും, പാർട്ടിയൊക്കെ അറ്റൻഡ് ചെയ്യുമ്പോൾ. ഞാൻ പണ്ട് പാട്ട് പാടിയിരുന്നു, ഇപ്പോൾ പാട്ടൊന്നും പാടില്ല അങ്ങനെ. അപ്പോൾ അതിനേക്കാളും നല്ല ഡോപ്പമിൻ ഹിറ്റ് ചെയ്യുന്ന ആക്ടിവിറ്റീസ് ഉണ്ടെന്ന് ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത്. ശ്രദ്ധിക്കുക, നിങ്ങൾ 20s സ്റ്റക്കായി നിൽക്കുകയാണെങ്കിൽ, നിങ്ങൾ ഹാബിറ്റ്സിലൊക്കെ സ്റ്റക്കായി നിൽക്കുകയാണെങ്കിൽ, ആൻഡ് ഹിയർ ഐ ആം ഹെൽപ്പിംഗ് യു എ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ആൻഡ് യുവർ 30s വിൽ ബി അറ്റ് യുവർ പീക്ക്. എന്തായാലും ഞാൻ ഹെൽപ്പ് ചെയ്യും, നിങ്ങൾ എന്നെ ഫോളോ ചെയ്തോളൂ. ആൻഡ് ഇനിയും നമ്മൾ ഇതേപോലത്തെ സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റിൻ്റെയും അല്ലെങ്കിൽ ഡിസിപ്ലിനെ കുറിച്ചും സംസാരിക്കുന്ന വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. അണ്ടിൽ ദ നെക്സ്റ്റ് വീഡിയോ. ഗുഡ് ബൈ.